പ്രിയരെ നമസ്കാരം. കാലത്തിനപ്പുറമുള്ള ഒരു യുഗത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ഭഗവാൻ ശിവൻ ഉമ എന്ന സുന്ദരിയായ യുവതിയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അവർ വിവാഹാനന്തരം മുഴുവൻ സമയവും ചെലവഴിക്കുന്നത് ശരവണ എന്ന സ്വർഗീയ വനത്തിലാണ്. അവരുടെ പരസ്പരമുള്ള അഭിനിവേശവും സ്നേഹവും എത്രമാത്രം തീവ്രമാണ് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലോകം പോലും നിശ്ചലമായി. ആ സന്ദർഭത്തിൽ ചില മഹാത്മാക്കൾ തങ്ങളുടെ ഭഗവാനായ ശിവനെ തേടി പുറപ്പെട്ടു. കൈലാസത്തിലും മറ്റെല്ലാ പർവ്വതനിരകളിലും അവർ അദ്ദേഹത്തെ തിരയുന്നു. ഒരു നല്ല ദിനത്തിൽ തങ്ങളുടെ നാഥനെ കണ്ടെത്താനാവുമെന്നുള്ള പ്രതീക്ഷയോടെ ശരവണ വനത്തിലുമെത്തിയവർ അവിടെ അവരദ്ദേഹത്തെ കണ്ടെത്തുന്നു. എന്നാൽ ആ വേളയിൽ ശിവനും പാർവതിയും പരസ്പരം ആത്മബന്ധത്തിലായിരുന്നു. മുനിമാരത് കണ്ട് നാണം കെട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും നരനാരായണന്മാരുടെ ഭവനമായ ബദ്രികാശ്രമത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് തടയാൻ ശിവൻ യാതൊരു നടപടികളും സ്വീകരിക്കാത്തതിൽ പാർവതി അസ്വസ്ഥയായി. പാർവതിയെ സമാധാനിപ്പിക്കാൻ ശിവൻ ഇനി മുതൽ ശരവണവനം അവരുടെ പ്രണയവനമാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ സ്വീകാര്യമായ പ്രണയവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു പുരുഷനും തൽക്ഷണം ഒരു സ്ത്രീയായി മാറും. ഇനിയൊരിക്കലും അപമാനിതയാകില്ല എന്നതിനാൽ അതോടെ പാർവതി സന്തോഷവതിയായി. ഈ വാർത്ത തിരിച്ചറിഞ്ഞ ആളുകൾ ശരവണവനത്തിൽ പ്രവേശിക്കാൻ തയ്യാറാവാതെ അകന്നുനിന്നു. എന്നാൽ ആ തിരിച്ചറിവില്ലാത്ത മറ്റുള്ളവർ പ്രവേശിച്ച ഉടൻ അവർ സ്ത്രൈണ രൂപങ്ങളായി മാറുകയും മരണം വരെ ആ രൂപത്തിൽ തന്നെ കഴിയുകയും ചെയ്തു. ഇനി പറയുന്നത് മറ്റൊരു മണ്ഡലത്തിൽ ഒരു കൽപ്പം അവസാനിച്ച കഥയാണ്. അതോടെ ആ പ്രപഞ്ചം അലിഞ്ഞുപോയി. വിഷ്ണു മാത്രമേ ശേഷന്റെ മേൽ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്നതായി അവശേഷിക്കുന്നുള്ളൂ. സാവധാനം വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും സ്വർണ്ണ താമരയുള്ള ഒരു തണ്ട് ഉയർന്നു വരുന്നു. ആ താമരയിൽ ബ്രഹ്മാവ് ഉപവിഷ്ടനായിരിക്കുന്നു. സ്രഷ്ടാവായ ബ്രഹ്മാവ് എല്ലാത്തരം സൃഷ്ടികളാലും ലോകത്തെ ജനിപ്പിക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ആദ്യം മരീചിയെയും പിന്നീട് കശ്യപനെയും സൃഷ്ടിച്ചു. കശ്യപന് നിരവധി സന്തതികളുണ്ട്. വിവസ്വാൻ സൂര്യൻ അഥവാ സൂര്യദേവൻ അദ്ദേഹത്തിൻ്റെ പ്രമുഖരായ മക്കളിൽ ഒരാളാണ്. വിവസ്വൻ ശ്രദ്ധാദേവൻ എന്നൊരു പുത്രനെ വളർത്തുന്നു. വൈവസ്വത മനു എന്നും ശ്രദ്ധാദേവൻ അറിയപ്പെടുന്നു. ശ്രദ്ധാദേവൻ ശ്രദ്ധ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇരുവർക്കുമിടയിൽ 10 പുത്രന്മാർ പിറക്കുന്നു. ഈ 10 പുത്രന്മാരിൽ മൂത്തവൻ ഇക്ഷ്വാക്കുവാണ്. എന്നാൽ ശ്രദ്ധ ഇക്ഷ്വാക്കുവിനെ പ്രസവിക്കുന്നതിന് വളരെ മുൻപ് തന്നെ വർഷങ്ങളോളം അവൾ ഗർഭം ധരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. തന്മൂലം ശ്രദ്ധാദേവൻ വല്ലാത്ത ഉത്കണ്ഠാകുലനായിരുന്നു. തൻ്റെ രാജ്യം അവകാശപ്പെടുന്ന ഒരു അനന്തരാവകാശിയെ അദ്ദേഹം ആഗ്രഹിച്ചു. തന്നിമിത്തം അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠൻ്റെ ഉപദേശം തേടി. ശ്രദ്ധാദേവൻ പുത്രകാമേഷ്ടി യജ്ഞം നടത്തി മിത്രനെയും വരുണനെയും വിളിച്ചാൽ താങ്കൾക്ക് ഒരു പുത്രൻ ജനിക്കുമെന്ന് വസിഷ്ഠൻ പ്രതിവിധി കൽപ്പിക്കുന്നു. അതിനാൽ അധികം താമസിയാതെ ശ്രദ്ധാദേവൻ യജ്ഞം ആരംഭിച്ചു. എന്നാൽ ഭർത്താവ് ഒരു പുത്രന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഭാര്യ ഒരു പുത്രിക്ക് വേണ്ടിയാണ് കൊതിച്ചത്. അവൾ നിശബ്ദമായി മന്ത്രങ്ങൾ ജപിക്കുന്ന പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് എനിക്കൊരു മകനല്ല മകളാണ് ലഭിക്കേണ്ടതെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഒരു മകൾക്കായുള്ള ശ്രദ്ധയുടെ ആഗ്രഹം നിറവേറ്റാൻ പുരോഹിതൻ ഉചിതമായ മന്ത്രങ്ങൾ ജപിക്കുന്നു. തൽഫലമായി യജ്ഞം പൂർത്തിയാക്കിയ ശേഷം അവർക്ക് ഒരു മകൾ ജനിച്ചു. ശ്രദ്ധ സന്തോഷവതിയാവുകയും മകൾക്ക് ഇള എന്ന പേരുമിട്ടു. എന്നാൽ ശ്രദ്ധാദേവൻ അസന്തുഷ്ടനാണ്. ഒരിക്കൽ കൂടി അദ്ദേഹം വസിഷ്ഠൻ്റെ അടുക്കിലേക്ക് പോയി, ഗുരു, അങ്ങ് വേദങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു ബ്രാഹ്മണനാണ്. നിങ്ങൾക്ക് മന്ത്രങ്ങളിൽ പൂർണ്ണമായ പാണ്ഡിത്യമുണ്ട്. ഞങ്ങൾക്കൊരു മകന് വേണ്ടിയാണ് യാഗം സംഘടിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അതിനായി ഞങ്ങൾ പുത്രകാമേഷ്ടി യജ്ഞം നടത്തി. പിന്നെങ്ങനെയാണ് ഞങ്ങൾ ഒരു മകന് പകരം ഒരു മകളാൽ അനുഗ്രഹിക്കപ്പെട്ടത്? വസിഷ്ഠൻ ശാന്തനായി ശ്രദ്ധാദേവനെ നോക്കി പറഞ്ഞു, ഞാൻ എൻ്റെ പുണ്യങ്ങൾ പ്രയോഗിച്ച് താങ്കൾക്കൊരു മകനെ തരുവാൻ ശ്രമിക്കാം. തൻ്റെ ഗുരുവായ വസിഷ്ഠന് എങ്ങനെ അത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. കാരണം പുത്രകാമേഷ്ടി യജ്ഞം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. വസിഷ്ഠൻ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. വസിഷ്ഠൻ്റെ ആഗ്രഹം നിറവേറ്റാൻ സമ്മതിക്കുന്ന നാരായണനിൽ അദ്ദേഹം തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇള രാജകുമാരി സുദ്യുമ്നൻ എന്ന ശക്തനായ പുത്രനിലേക്ക് വഴിമാറുന്നു. ഈ ദൈവിക പരിവർത്തനം കണ്ടതിൽ എല്ലാവരും ആനന്ദഭരിതരായി. ഇള സുദ്യുമ്നനായി ഏറെ നാളങ്ങനെ കടന്നുപോയി. ഒരു ദിവസം സുദ്യുമ്നൻ കുതിരപ്പുറത്ത് കയറി തൻ്റെ കൊട്ടാരത്തിലെ രാജസേവകരോടൊപ്പം വേട്ടയ്ക്കായി വനത്തിലേക്ക് പോയി. അതിനിടെ അദ്ദേഹം ഒരു മാന്ത്രിക ശൂന്യതയിൽ എത്തിച്ചേരുന്നു. ആ സ്ഥലത്തിൻ്റെ പ്രൗഢി അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചു. അത് ശിവപാർവതിയുടെ പ്രണയവനമായ ശരവണയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ സുദ്യുമ്നനും അവൻ്റെ രാജസേവകരും വനത്തിൽ പ്രവേശിച്ച നിമിഷം അവരെല്ലാം സ്ത്രീകളായി പരിണമിച്ചു. അവരുടെ കുതിരകൾ പോലും മാരുകളായി രൂപാന്തരപ്പെടുന്നു. സുദ്യുമ്നനും സേവകരും തങ്ങളുടെ പൗരുഷം വീണ്ടെടുക്കുവാനാകുമെന്ന പ്രതീക്ഷയോടെ മാസങ്ങളോളം ഒരു വനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചുറ്റി നടന്നു. പക്ഷേ അവരുടെ ശ്രമങ്ങൾ വൃഥാവിലായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ഊഹിക്കാനായില്ല.
ആ അലച്ചിലിനിടെ വഴിയിൽ അവർ സുന്ദരന്മാരായ ഗന്ധർവന്മാരെ കണ്ടുമുട്ടുന്നു. ഗന്ധർവന്മാർ രാജ്യസഭാംഗങ്ങളായ പരിവർത്തനം സംഭവിച്ച സുന്ദരികളായ സ്ത്രീകളുമായി പ്രണയത്തിലാവുന്നു. അവർ ആ ഗന്ധർവന്മാരെ വിവാഹം കഴിച്ചു. അവർ തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയാൽ ആരും അവരെ തിരിച്ചറിയുകയോ അവരുടെ വിചിത്രമായ കഥ വിശ്വസിക്കുകയോ ചെയ്യില്ലെന്ന് അവർക്കറിയാം. സുദ്യുമ്നൻ ഇപ്പോൾ ഇള എന്ന സ്ത്രീയായി മാറി. തുടർന്നവൾ നാടോടി ജീവിതം സ്വീകരിച്ചു. ഒരു ദിവസം അവൾ സോമദേവന്റെ, അതായത് ചന്ദ്രദേവന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിനടുത്ത് സോമദേവന്റെ സുന്ദരനായ മകൻ ബുദ്ധദേവനെ അവൾ കണ്ടുമുട്ടുന്നു. വനമധ്യത്തിൽ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയ ബുദ്ധദേവൻ ആശ്ചര്യപ്പെടുകയും അവളുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. സ്ത്രീ മോഹങ്ങൾ നിറഞ്ഞ ഇള ഇപ്പോൾ ബുദ്ധദേവനിൽ ആകൃഷ്ടയായി. അവർ വിവാഹം കഴിക്കുന്നു. കാലക്രമേണ ഇളയ്ക്ക് പുരൂരവസ് എന്ന അത്ഭുത പുത്രൻ ജനിച്ചു. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ഇളയുടെ വൈരുദ്ധ്യാത്മക വ്യക്തിത്വം പലപ്പോഴും അവളെ വേദനിപ്പിച്ചു. സുദ്യുമ്നൻ എന്ന അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പലപ്പോഴും അവളെ വേട്ടയാടുന്നു. കാലക്രമേണ അവൾ വസിഷ്ഠ മഹർഷിയെ കണ്ട് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. വസിഷ്ഠന് ഇളയോട് സഹതാപമായിരുന്നു. ഒരു പരിഹാരത്തിനായി അദ്ദേഹം ശിവനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചു. ഭഗവാൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇളയെ വീണ്ടും സുദ്യുമ്നനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ വസിഷ്ഠ മഹർഷി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. സുദ്യുമ്നൻ ഇളയായി ജീവിച്ചാൽ ശ്രദ്ധാദേവന്റെ രാജ്യത്തിന് അനന്തരാവകാശി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ശിവൻ മഹർഷിയോട് പറഞ്ഞു, ഇപ്പോൾ സുദ്യുമ്നന്റെ മേലുള്ള ശരവണവനത്തിൻ്റെ ശാപം പിൻവലിക്കാൻ എനിക്ക് കഴിയില്ല. അവനുവേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ചത് അത് താങ്ങുവാനാവുന്ന ഒരു പരിധിയിലേക്ക് ഈ പ്രശ്നം പരിമിതപ്പെടുത്തുക എന്നത് മാത്രമാണ്. ചന്ദ്രൻ ഉദിക്കുമ്പോൾ സുദ്യുമ്നൻ പുരുഷനും ചന്ദ്രൻ ക്ഷയിക്കുമ്പോൾ സ്ത്രീയുമാകട്ടെ. അങ്ങനെ ചുരുങ്ങിയത് പകുതി വർഷമെങ്കിലും ഒരു പുരുഷൻ എന്ന നിലയിൽ അവനവൻ്റെ രാജ്യം ഭരിക്കാൻ കഴിയും. ഒരു പരിഹാരം നിർദ്ദേശിച്ച് ശിവൻ അവിടെ നിന്നും അപ്രത്യക്ഷനാകുന്നു. അതിനുശേഷം സുദ്യുമ്നൻ തൻ്റെ രാജ്യം ഭരിച്ചത് ഒരു പുരുഷനായും സ്ത്രീയായിട്ടുമായിരുന്നു. സ്വാഭാവികമായും തങ്ങളുടെ രാജാവ് എന്തിനാണ് ഇടയ്ക്കിടെ രൂപാന്തരപ്പെടുകയും ഒരു സ്ത്രീയെപ്പോലെ പെരുമാറുകയും ചെയ്യുന്നതെന്ന് രാജ്യത്തിലെ ജനങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തു. എന്നാൽ സുദ്യുമ്നനും ഇളയും വിവേകത്തോടെ രാജ്യം ഭരിച്ചു. കാലക്രമേണ പരദൂഷണം സ്വയം ഇല്ലാതാവുകയും ജനങ്ങൾ സുദ്യുമ്ന ഇളയെ തങ്ങളുടെ രാജാവും രാജ്ഞിയുമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. സുദ്യുമ്ന ഇളയുടെ പിൻഗാമികൾ പിന്നീട് ചന്ദ്രവംശിമാരും ഇക്ഷ്വാകുവിൻ്റെ പിൻഗാമികൾ സൂര്യവംശികളും അഥവാ സൗരവംശജരുമാകുന്നു. വളരെ രസകരമായ ഈ കഥയുടെ അടിസ്ഥാനം സ്ത്രീ പുരുഷ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്. ഒരു പുരുഷന്റെ ബുദ്ധിയും യുക്തിസഹമായ ചിന്താശേഷിയും ഒരു സ്ത്രീയുടെ വികാരങ്ങളോടും സംവേദനക്ഷമയോടും എങ്ങനെ പൂരകമാക്കണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് പ്രയോജനം? സൂര്യൻ അല്ലെങ്കിൽ സൂര്യവംശികൾ അവരുടെ ജീവിതത്തിലുടനീളം എന്നത്തെയും പോലെ പ്രകാശിച്ചേക്കാം. അവർ ദിവസം സൃഷ്ടിക്കുകയും ജീവിതത്തെ പോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്തേക്കാം. എന്നാൽ രാത്രിയിൽ, അതായത് ചന്ദ്രവംശികൾ, ചന്ദ്രന്റെ വളർച്ചയും ക്ഷയവും നമുക്ക് ആവശ്യമായ ഇടവേള അല്ലെങ്കിൽ ആശ്വാസം നൽകുകയും നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ ഉണർത്തുകയും ചെയ്യുന്നു. നമ്മുടെ അത്തരം പരസ്പര പൂരക വശങ്ങൾക്കിടയിൽ ശരിയായ സന്തുലിതാവസ്ഥ കൈവരിക്കുവാനുള്ള ശ്രമത്തിലാണത്. പ്രിയരെ, സുദ്യുമ്നനും ഇളയും പറ്റി നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.